നേരത്തെ ഉപ്പിട്ട് മാറ്റി വെച്ചിരിക്കുന്ന നാരങ്ങ കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഉപ്പൊക്കെ പിടിച്ച് നല്ലോണം സെറ്റായിരിപ്പുണ്ട് നാരങ്ങ കൂടി ഇട്ട് നല്ലോണം ഇളക്കി കൊടുക്കാം. ഇപ്പം തന്നെ നമ്മുടെ നാരങ്ങയുടെ ഓൾമോസ്റ്റ് കയ്പും പോയിട്ടുണ്ടാവും. ഇതിലോട്ട് 1 സ്പൂണോളം നമുക്ക് ശർക്കര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് കായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അച്ചാറിന് നല്ലൊരു മണം കിട്ടാനാണ് നമ്മൾ കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ പൊടിച്ച് മാറ്റി വെച്ച് കടുകും ഉലുവയും കൂടെ ഇട്ട പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ക്വാണ്ടിറ്റിയിൽ വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഈ അച്ചാറിലോട്ട് ഫൈനലായിട്ട് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കളറിന് വേണ്ടിയിട്ട് മാത്രം ഒരല്പം കാശ്മീരി മുളക് പൊടി കൂടി ചേർത്ത് എല്ലാം കൂടി നല്ലോണം ഇളക്കി യോജിപ്പിച്ചെടുത്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നാരങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇട്ട് കൊടുത്ത പൊടികളുടെ, അതായത് മുളക് പൊടിയുടെ ഒരു പച്ചമണം മാറി കഴിയുമ്പോഴേക്കും നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള നാരങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഒട്ടും കയ്പില്ലാതെ തന്നെ എളുപ്പത്തിൽ നമുക്ക് നാരങ്ങ അച്ചാർ ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്.